അപ്പോൾ ഇന്നത്തെ ഔട്ടിംഗ് എന്ന് പറയുന്നത് കോഴിക്കോടേക്കാണ്. നടുവണ്ണൂർ എത്തിയപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഹായ് എവരിവൺ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങള് ഇന്ന് കോഴിക്കോട് ഒരു ഔട്ടിംഗ് പോവാണ്. അയ്യോടാ, ഞാനിവിടെ എൻ്റെ ബട്ടൺസിന്റെ പാട് വന്നു. സോറിയുടെ കുറിച്ച്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വഴിയിൽ പകുതി എത്തിയപ്പോഴത്തേക്ക് നല്ല വിശപ്പായപ്പോൾ വേഗം തന്നെ ചെറുതായിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ, ബാക്കി കോഴിക്കോട് എത്തിയിട്ട് വിജിലംബിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ പ്ലാനിങ് പോലെ ഒന്നുമല്ല എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിചാരിക്കാതെ നമ്മുടെ വണ്ടിയിലേക്ക് ഒരു കൂട്ടം ബോയ്സ് വന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ പ്ലാനും അവിടെ പൊളിഞ്ഞു. നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ നോക്കി, എന്നിട്ടൊന്നും ആയില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. എങ്ങനെയുണ്ട് പോലീസ് സ്റ്റേഷൻ? ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഞാൻ സ്റ്റേഷനിൽ. ഹൗ വാസ് യുവർ പോലീസ് എക്സ്പീരിയൻസ്? പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് തവണ പല കാര്യത്തിലും ഓഫീസ് കാര്യങ്ങൾ കയറിയിട്ടുണ്ടെങ്കിലും സ്വന്തം കാര്യത്തിന് ആദ്യമായിട്ടാണ് കയറുന്നത്. എന്നിട്ടൊരു ഉപകാരമുണ്ട്. പിന്നെ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും വെറുതെ അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടും അങ്ങനെ ആവട്ടെ. ഈ ചെക്കന്മാരുടെ കാര്യം ഓരെണ്ണം തീരുമാനിക്കട്ടെ. ആകെ 20-21 വയസ്സുണ്ടാവും എല്ലാവർക്കും. ഈ മയക്കുമരുന്ന് ഇതൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഇവരെന്താ കാണിക്കുന്നതെന്ന് ഒരിക്കലും അറിയില്ല. എന്തെങ്കിലും അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ഓരോ ജീവിതം ഓരെണ്ണം തീരുമാനിക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ദൈവം സഹായിച്ച് നമുക്കാൾക്കും ഒരു ആപത്തും ഉണ്ടായില്ല. വണ്ടിക്ക് ചെറിയ പോറൽ, അതിനിപ്പോൾ നമുക്ക് പോയി നന്നാക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മുവും ഞാനും അർജുനും മാത്രമായിരുന്നെങ്കിലും സംഭവം നടന്ന സമയത്ത് നമ്മുടെ രക്ഷകനായിട്ട് ശ്രീകുട്ടനെത്തി. നമ്മളെല്ലാം അങ്ങനെ കഴിഞ്ഞ് നേരെ നമ്മൾ കോഴിക്കോട് എത്തി. ഉച്ചക്കത്തെ ഊണ് കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ നേരെ സാത്താറിൽ വന്നു. 6 മണിയായി സാത്താറിലെത്തിയപ്പോൾ. നല്ല വിശപ്പിലുണ്ടായിരുന്നത്. വേഗം തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി. ആക്ച്വലി ഈ കൂട്ടത്തിൽ ജാനിക്ക് ഒരു ചെറിയ പനിയുണ്ട്. അർജു ഓൾറെഡി ആൻറ്റിബയോട്ടിക്കിലാണ്, ഞാനും ആൻറ്റിബയോട്ടിക്കിലാണ്. എന്നാലും അമ്മ വന്നതിനെ പ്രമാണിച്ച് ഞങ്ങൾ കോഴിക്കോടേക്ക് വന്നതാണ്. നല്ല മന്തിയാടാ, സൂപ്പറാടാ ചക്കരെ. ഇന്ന് വണ്ടി തട്ടലൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ പ്രകാരം നേരെ ഉച്ചയ്ക്ക് സാത്താറിൽ വന്ന് ഫുഡ് കഴിക്കുന്നു. അവിടെ നിന്ന് അമ്മൂനെയും കൊണ്ട് SM സ്ട്രീറ്റിൽ പോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ ബീച്ചിൽ വരുന്നു. ഹൈലൈറ്റ് മോൾ, ഗോകുലം മോൾ എല്ലാം കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിൽ കുറേ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബീച്ച് റോഡിൽ കയറി അമ്മൂനെ ബീച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമ്മുടെ വണ്ടി തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂഡ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ റിപ്പീറ്റഡ്ലി ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ വീട്ടിലിരുന്നാലും നടക്കേണ്ടത് നടക്കും. ആർക്കൊക്കെ സൈൻ ലബാൻ വേണം? ബീച്ച് സൈഡിലൊരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണെന്ന് അർജു പറയൂ എപ്പോഴും. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് കഴിക്കാൻ വേണ്ടി. ഞാനും എൻ്റെ പേരും ചുറ്റിക്കറങ്ങി ഞങ്ങളിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ കറങ്ങുകയാണ് അമ്മൂസ്കയായിട്ട്. അങ്ങനെ ഇതാണ് ഇത്താടെ കട. അവിടെ കൂന്തൽ നിറച്ചത്, കല്ലുമ്മക്കായ്, കാടമുട്ട, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂന്തൽ നിറച്ചതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് ചായയും വേണമായിരുന്നു, അർജുനും ശ്രീകുട്ടനും. നീ കഴിക്കണതല്ലേ? ചായ
ഞങ്ങൾ കഴിച്ച ദിവസം കുറച്ചധികം എരിവുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ജാത്താറിന്ന് കഴിച്ചിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങൾ ഒറ്റ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. പക്ഷെ നല്ലതാണ്. അങ്ങനെ കൂന്തൽ നിറച്ചതും ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ച് സൈഡിൽ കൂടെ വെറുതെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതിയിട്ട് നടക്കണ വഴി ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ജാനിനെ കളിപ്പിക്കാൻ നിർത്തിയിട്ട് ഞങ്ങൾ വെറുതെ വാങ്ങിയതാണ്. അമ്മൂന് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ഉപ്പിലിട്ടത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറയണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു കട കണ്ടപ്പോൾ വേഗം തന്നെ അവിടെ കയറിയിട്ട് ഒരു മാങ്ങ വാങ്ങി. അതിലേക്ക് ഒഴുക്കി അത് ഞാൻ കേൾക്കണ്ടേ. കുറച്ച് നേരം കൂടെയൊക്കെ ബീച്ചിൻ്റെ മറ്റേ സൈഡൊക്കെ പോയി ഒന്ന് അമ്മൂനെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ജാനിക്ക് കുറച്ച് വയ്യായ്മ കൂടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെന്നാൽ അധികം കടൽക്കാറ്റ് അടിക്കേണ്ടെന്ന് കരുതിയിട്ട് നേരെ കോഴിക്കോട് ടൗൺ കാണിക്കാമെന്ന് കരുതിയിട്ട് നേരെ കാറിൽ കയറിയിട്ട് അമ്മൂനെയും കൊണ്ട് ഗോകുലം മോളിലേക്ക് വന്നു. കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ബർത്ത്ഡേക്ക് അർജുൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു മയ്യൂപ്പിയിൽ നിന്ന് ഒരു പെർഫ്യൂം. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തീർന്ന ബോട്ടിൽ നമ്മൾ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് റീഫിൽ ചെയ്ത് തരും, നമുക്ക് ഏത് പെർഫ്യൂം വേണം എന്നുള്ളത് അനുസരിച്ചിട്ട്. അപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗോൾഡായിരുന്നു, മയോപ്പിയുടെ. അതായിരുന്നു അർജുൻ്റെ ഏറ്റവും ഫേവറേറ്റും. വേറെയും ട്രൈ ഒക്കെ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഗോൾഡ് തന്നെയാണ് ഇഷ്ടമായത്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ബോട്ടിൽ അവർ റീഫിൽ ചെയ്ത് തരികയാണ്. പെർഫ്യൂം റീഫിലൊക്കെ ചെയ്ത് അർജുൻ ബില്ല് പേ ചെയ്ത് തരുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റുള്ള നൈക്കയിലൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മൂനെയും കുട്ടി ഞാൻ നേരെ നൈക്കയിൽ പോയി. ഇൻ്റർനെറ്റിൽ ഒരുപാട് ഹൈപ്പായിട്ടുള്ള റാപ്പപ്പ് എനിക്കൊന്ന് ചേരുമെന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. നല്ലതാ, നല്ല ഷെയ്ഡാണ്. അത് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ് ഞാൻ കണ്ടേക്കണം. ഓഫ്ലൈൻ വാങ്ങിക്കുന്നേക്കാളും ഓൺലൈൻ റേറ്റ് കുറവായതുകൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ട്രയലൊക്കെ ചെയ്തിട്ട് ആസ് യൂഷ്വൽ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ R&Bയിൽ വന്നു. R&Bയിൽ നിന്ന് അമ്മൂന് ജസ്റ്റ് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾക്ക് ആക്ച്വലി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഓൾറെഡി നൈറ്റായി. ഇനി വേറെ എവിടെയും പോയാലും ജാനിയും കുറച്ച് വാശിയാണ്. അപ്പം മോളൊക്കെ ആകുമ്പോൾ ഈ ചൂടത്ത് കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ നേരത്തെ ഞങ്ങൾ നേരെ ഇവിടെ പ്ലേയാസേ കയറിയിട്ട് അവിടെ നിന്ന് ഒരു കാർഡ് എടുത്തു. ജാനിയാണോ കളിക്കുക ഞങ്ങളാണോ കളിക്കുക നമുക്ക് പോകെ കാണാം. കിട്ടി 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 കിട്ടി. ഓ ശ്രീകുട്ടമ്മാവ പുലി. അങ്ങനെ കളിച്ച് ഓരോന്നൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും അർജുനും ശ്രീകുട്ടനും ഹരമായി ശരിക്കും പറഞ്ഞാൽ. ഇനിയും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം കാണുന്നതിലെല്ലാം കയറി അവർ കളിക്കുന്നുണ്ടായിരുന്നു. അമ്മൂന് ആ യൂണിക്കോൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എന്തോ അത് കിട്ടിയില്ല. വേഗം വേഗം സമയം പോയി, 13 സെക്കൻഡ് ഉള്ളൂ. അതിപ്പുറത്ത് തിരിച്ചെത്തണം, കഴിഞ്ഞ് തീർന്ന്. ലാസ്റ്റ് കളിച്ച് കിട്ടിയ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ ചെന്നു. ഇത് 25 പോയിന്റാണ്, താഴെയുള്ള 50 പോയിന്റാണ്. 60 പോയിന്റിന് കിട്ടിയ വണ്ടിയാ.
അങ്ങനെ അവിടുത്തെ കസരത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി പോകുന്ന വഴിയാണ് വെള്ളാനകളുടെ സിനിമ ഷൂട്ട് ചെയ്ത വീടും ആ ഇറക്കവും എല്ലാം കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വഴി അർജു വെറുതെ ഒന്ന് അങ്ങോട്ട് ഒരു കൊണ്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ ആ വീട് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നല്ല താമസമൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങളുടെ ഒരു കോഴിക്കോട് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പയ്യെ വീട് പിടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കുറേ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.